എൻ്റെ കർത്താവേ. നിന്റെ ഇല്ലല്ലേ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒന്നും കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല, ഒരാൾക്ക് കിട്ടിയുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പേര് അഭിഷേക്. ഞാനിവിടെ ലാൻസിറ്റ്യൂട്ടിൽ B2 ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ആക്ച്വലി ഒരു 8 മാസമായി ഞാനിപ്പോൾ ഇവിടെ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് തൊട്ട് പറഞ്ഞു തുടങ്ങണം. ഞാൻ എങ്ങനെ ലാൻസിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞു, എങ്ങനെ ഞാൻ ജർമ്മൻ ചൂസ് ചെയ്തെന്നുള്ളത്. ഞാനിങ്ങനെ അപ്പോളോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു, ഐ തിങ്ക് ഒരു 1.5 years മുമ്പ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ജർമ്മൻ പോണതിനെക്കുറിച്ച് അറിഞ്ഞത്. അത് ആക്ച്വലി അവനിപ്പോൾ ജർമ്മൻ പഠിക്കുന്നില്ല, അവനാണ് എന്നെ ഇൻസ്പയർ ചെയ്തത് ജർമ്മൻ പഠിക്കണം എന്ന രീതിയിൽ. അത് കഴിഞ്ഞ് ജർമ്മൻ പഠിക്കുന്നതിൻ്റെ പാടും അതിൻ്റെ പാസിംഗ് റേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവൻ ജർമ്മൻ വേണ്ടാത്ത രീതിയിൽ. പക്ഷേ ഞാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ജർമ്മൻ എന്ന് പറഞ്ഞ രീതിയിൽ ഞാനിതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് നടത്തി. അങ്ങനെയാണ് ലാൻസിറ്റ്യൂട്ട് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. നല്ല രീതിയിൽ പോയി, എനിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടി. ക്ലാസ് തുടങ്ങിയപ്പോഴാണെങ്കിലും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, ജർമ്മൻ ഒരു പുതിയ ലാംഗ്വേജ് എന്ന രീതിയിൽ. പക്ഷേ കുഴപ്പമില്ല, നല്ല ട്രെയിനിങ്ങും അത്യാവശ്യം നല്ല സപ്പോർട്ടും എല്ലാം കൊണ്ട് ഇപ്പോൾ B2 എന്ന ലെവലിലെത്തി. B1 വരെ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരുന്നു. കമ്പാരിറ്റീവ്ലി സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും പക്ഷേ B2 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം B1 വരെ പഠിച്ച ഒരു രീതിയല്ല നമ്മൾ B2 എത്തുമ്പോഴത്തേക്കും. നമ്മുടെ ലാംഗ്വേജ് സ്പീക്കിംഗ് ലെവൽ മാറും, നമ്മുടെ റീഡിങ് കേപ്പബിലിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് ഓവർകം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കൊരു 1.5 മാസം 2 മാസം എടുത്തു. ഞങ്ങൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങിനായിട്ട് ഒരു സ്പെഷ്യൽ സാറ് വെച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ ഞങ്ങളുടെ മാം അല്ലാണ്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് ഒരു പെട്ടെന്നായ ഒരു എന്താ പറയുക, ഒരു വഴിത്തിരിവെന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഇവിടെ ജെനി മാം ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞത്, ഒരു ഏജൻസി ഓഫർ വന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിങ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്ക്രീനിങ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു, കുഴപ്പമില്ലാണ്ട് പോയി പറയാമല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അവർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സസ് തന്നു, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തന്നു. ഏത് രീതിയിൽ നമ്മൾ സംസാരിക്കാം, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയരുതെന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിങ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്ക്രീനിങ് ഉണ്ടായിരുന്നു, ഒരു 1 week കഴിഞ്ഞ് സെക്കൻഡ് സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2 days ബിഫോറാണ് ഞാൻ എംപ്ലോയർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. താങ്ക് ഗോഡ് എന്തോ കിട്ടി, സെലക്റ്റായി. ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു, അതിൽ 2 പേര് സെലക്ട് ആയുള്ള ഒരാൾ ഞാനായിരുന്നു. എന്തായാലും എന്താ പറയുക, അവരുടെ ട്രെയിനിങ് നല്ല രീതിയിലായിരുന്നു. പിന്നെ എന്തോ എൻ്റെ ഭാഗ്യം, എനിക്ക് കിട്ടിയ സപ്പോർട്ടും കൊണ്ട് സെലക്റ്റായി. ഇനി എക്സാം എനിക്കൊരു 3-4 days എനിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അതും കൂടി കിട്ടുകയാണെങ്കിൽ എല്ലാ പ്രോസസ്സിങ് നല്ല രീതിയിൽ നടക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതുവരെയുള്ള ടൈമിങ്ങിൽ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ B2 സർട്ടിഫിക്കറ്റ് കിട്ടി പാസ്സായിട്ടാണ് അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ലാൻസിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. ഞാൻ B1 കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇൻ്റർവ്യൂസ് വന്നു തുടങ്ങി എന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പം ഞാൻ B2 എക്സാം എഴുതുന്നതിന് മുമ്പ് എനിക്ക് എംപ്ലോയർ ഇൻ്റർവ്യൂ വന്നു, അതും സെലക്റ്റായി. ഇനി താങ്ക് ഗോഡ് B2 കൂടി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സിങ് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നത് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് ഹോസ്പിറ്റൽ ബേസ്ഡ്. അപ്പം നമ്മൾ നോർമൽ പഠിക്കുന്ന ലാംഗ്വേജും ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വേർഡ്സ് വ്യത്യാസമുണ്ട്, എക്യുപ്മെൻറ്റ്സ് വ്യത്യാസമുണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു ക്ലാസ് തരും. അപ്പോൾ ഒരു ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ വെച്ച് നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിന് ക്ലാസ് തന്നുകൊണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് സ്പെഷ്യലൈസ്ഡ്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. കാരണം നമ്മൾ നോർമൽ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ലാംഗ്വേജിൽ പഠിക്കുന്ന കാര്യങ്ങൾ. കാരണം ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ നേഴ്സായിട്ടുള്ളവരുണ്ടായിരുന്നു, അല്ലാതെ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേഴ്സായിട്ടുള്ളവർക്ക് സ്പെഷ്യലി ഒരു വേറെ സെഗ്മെൻറ്റിൽ ഞങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് തന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഞങ്ങൾക്ക്. ഓഫർ ലെറ്റർ എംപ്ലോയർ സെലക്റ്റായി. ഓഫർ ലെറ്റർ 14 ദിവസം 15 ദിവസം എടുക്കും നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ. ഓഫർ ലെറ്റർ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ ഹോസ്പിറ്റലിൻ്റെ ക്രൈറ്റീരിയസ് അനുസരിച്ചാണ്. ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അവർ 8 മാസം അല്ല 9 മാസത്തിൽ ജോയിൻ ചെയ്യണമെന്നായിരിക്കും പറയണത്. അപ്പോൾ അതനുസരിച്ച് പിന്നെ ഓരോ ഏജൻറ്റിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും പ്രോസസ്സിങ് ടൈം വേരിയേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ലാൻസിറ്റ്യൂട്ട് ഒരു 3 മാസം 4 മാസത്തിനുള്ളിൽ എല്ലാം ക്ലിയർ ചെയ്തത്. എൻ്റെ ക്ലിനിക്കും ഹോക്കൈറ്റ് എന്ന് പറഞ്ഞതാണ് വാൾഷുട്ട്. അത് ഒരു റൂറൽ ഏരിയ, ഞാൻ റൂറൽ ഏരിയ വേണമെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത വാൾഷുട്ട്. അത് സ്വിറ്റ്സർലാൻഡ് ബോർഡറിലാണ്. അത് റൂറൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ ശാന്തി സമാധാനമായിട്ട് നിൽക്കാം, പണിയെടുക്കാം. ഓവർ ഹൈപ്ഡ് ടൗണോ സിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഒരു റൂറൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസ് ഉള്ളതാണ്. പിന്നെ സ്യൂരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലുള്ളത് അത് അറൗണ്ട് ഐ തിങ്ക് 30-32 kilometers ഉള്ളൂ.